ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ പഞ്ചാബിൽ പട്രാൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആൻസി ഇവിടെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ്. നമ്മുടെ കുക്കറും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഹോട്ടലിൻ്റെ ബേക്കിൽ പൈപ്പും കാര്യങ്ങളും, അപ്പോൾ വണ്ടി ഇവിടെയാണ് സൈഡാക്കിയത്. അപ്പോൾ ആൻസി സാധനങ്ങളെല്ലാം വൃത്തിയാക്കുകയാണ്. എന്താ ആലോചിക്കുക, ആ പേന വായി നിർത്തേ, അങ്ങനെ ചെയ്യരുത് കേട്ടോ, വായിൽ കുത്തി കയറും. ഇത് നമ്മുടെ ടീം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഓയിലൊക്കെ ഒന്ന് നോക്കണം. കാരണം ഇപ്പോൾ കുറച്ചായി നമ്മൾ ഓയിൽ നോക്കിയിട്ട്, ഓയിലും കൂളൻറ്റിൻ്റെ ഒക്കെ ഒന്ന് ലെവലൊക്കെ ഒന്ന് നോക്കി സെറ്റപ്പാണ്. ഇനിയിപ്പോൾ ജമ്മു ചെന്നിട്ട് നമുക്ക് ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. എന്തോ അതിന്റെ കോല ഉള്ളിലൊക്കെ എനിക്കറിയില്ല, നല്ല കോലായിട്ടുണ്ടല്ലേ. എന്തത് ഇങ്ങനെ പൊടി? ഇതെന്താ? കൂളന്റ് ലീക്കുന്നുണ്ടല്ലോ. കൂളന്റ് ലീക്കുവാണോ? അതെന്തായിരിക്കും ലീക്ക് പറഞ്ഞാൽ അങ്ങനെയല്ല, തുള്ളിയൊക്കെ ഉള്ളൂ. ഈ ഇവിടെ കണക്ഷൻ്റെ ഈ പൈപ്പിന്റെ തോന്നുന്നു. എന്നാലും ലെവല് കുറവുണ്ടോന്ന് ഞാൻ നോക്കേ. പൊടിയെന്ന് പറഞ്ഞാൽ അപാര പൊടിയായില്ലോടി, കുറവൊന്നുമില്ല. ഇല്ലല്ലേ? ഉണ്ട്, സാധനമുണ്ട്. ഉണ്ട്. ഞാൻ ഈ കയ്യിൽ നിന്ന് കഴിയട്ടെ. ഇനിയിപ്പോൾ ഓയിലും കൂടി നോക്കാം. ഇനി ഓയിൽ നോക്കണം അല്ലേ? ഓയിലും കുഴപ്പമില്ല, ഇവിടം വരെ ഉണ്ട്. ഇവിടം വരെ ഈ വരേന്റെ താഴെ പോയിരുന്നത് നമുക്ക് എന്തായാലും ഒരു പണിയാ. ജമ്മുവിലെത്തിയിട്ട് മാറ്റാം, ഓയിലും കൂളന്റും നമുക്ക് മാറ്റാം. അതാ നല്ലത്. ഇപ്പൊ എന്തായാലും 4000 കിലോമീറ്റർ കഴിഞ്ഞില്ലേ, അപ്പൊ അതും കൂടി മാറ്റിയിട്ട് അങ്ങ് പോവാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട. ഫിൽറ്റർ മാറി ഇത് മാറാം. വലിയ പൈസയൊന്നും വരില്ല. നമുക്ക് അതും കൂടെ മാറ്റാം. എന്താ ഞാൻ ഇവിടെ കുത്തി നോക്കുന്നേ? പെട്രോളോ? പോയി വെറുതെ മനുഷ്യനെ പേടിപ്പിക്കും. കൊച്ചും പഠിക്കേണ്ടത്. അതെ അതെ, ഭയങ്കര. പക്ഷെ അവിടെയൊക്കെ പൊടിയൊക്കെ ഉണ്ട്, അതിലേക്ക് ചാരിയൊക്കെ. ഇതെന്താ ബെഡിന്റെ എന്താ? കൊച്ചിന്റെ ബെഡ് നശിപ്പിച്ചാ? ഇവിടെ എല്ലാം വാരി അങ്ങോട്ട് ഇട്ടു അല്ലേ? നിലത്തേക്ക് വെച്ചാൽ ചെളിയാവും. ഇതെന്താ അതിന്റെ അടി പരിപാടി? അതിന്റെ ക്യാബിൻ ഫിൽറ്ററും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോവാ. എന്തായാലും ഇത്ര നല്ല പൊടിയുണ്ട് കേട്ടോ. വണ്ടിക്കുള്ളിൽ പൊടിയല്ല, അപ്പൊ ഈ AC ഇടുമ്പോഴേ അതൊക്കെ നമ്മൾ വലിച്ചു കയറ്റും. എന്താണ് പൊടിയാ? പൊടിയല്ല, ഉറുമ്പ്. ഉറുമ്പോ? അവിടുന്നാണ് ഉറുമ്പുകള് ഇങ്ങോട്ട് കയറുന്നത്. AC-ന്റെ അകത്താണ് ഉറുമ്പ്. എന്റെ അമ്മോ, ഇതെന്തത്? ഉറുമ്പും കൂടാണ് അതിനുള്ളിൽ. തട്ടിക്കളയാ. വണ്ടി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ, ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഭയങ്കര പൊടിയായിരുന്നേ, ഒരു രക്ഷയില്ലാത്ത പൊടിയായിരുന്നു. അപ്പോൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത്, ഇവിടുത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വണ്ടി ഇട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. എന്താണ്? ഹലോ, ഇതിൻ്റെ പൈച്ചയോ? ഇതെന്തിനാടാ? ആണോ? കുടുക്ക അമ്മ എടുത്തു തരാം കേട്ടോ. കൊച്ചിനൊരു കുടുക്കയുണ്ടേ, അതിലിടാൻ പൈസ കൊച്ചിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊച്ച് കുടുക്ക എടുത്തു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഹൈവേ തന്നെ കയറി. ഇന്ന് നമ്മളിനി പോകുന്നത് ജലന്ധർ വഴി ഹരിയാനയ്ക്കല്ല അല്ലേ, ജമ്മുവിലേക്കാണ് കേട്ടോ. അതായത് നമുക്കിനി കറക്റ്റ് 600 കിലോമീറ്റർ ആണുള്ളത്. അത് കാശ്മീരിലേക്ക്. രണ്ട് ദിവസം എടുക്കുമായിരിക്കും. ഇന്ന് മാക്സിമം ഓടി തീർക്കുവാണെങ്കിൽ, ഇന്ന് ജമ്മുവിൽ പോയി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് കയറാം അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ പാട്രാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ, പഞ്ചാബിൽ. അപ്പോൾ ശങ്കേഴ്സ് എന്ന് പറയുന്നൊരു ഫ്രാഞ്ചൈസിയിൽ കയറിയൊക്കെയാണ്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത്രയും ദിവസം നമുക്ക് ചിക്കനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു ടൗണാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്ത് അങ്ങനെ നടക്കുമ്പോഴാണ് ഇവർ ഞങ്ങളെ വിളിച്ച് കയറ്റി. നമ്മുടെ ചാനലൊക്കെ കണ്ടു, ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. आपका नाम क्या है? പട്യാല, പഞ്ചാബ്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഓഫർ പ്രൈസാണ്. അത് കണ്ടിട്ടും കൂടിയാണ് ഇത് കണ്ടില്ലേ. 3 പീസിന് 149 രൂപ, അതേപോലെ 4 പീസിന് 279, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. നമ്മുടെ ചിക്കിങ്ങും KFC ഒക്കെ പോലെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു ജ്യൂസും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഹായ്, ചിക്കൻ ഫ്രൈ കുഞ്ഞാറ്റ് കഴിച്ചു നോക്കി, സൂപ്പറാണെന്ന്. ജ്യൂസ് കുടിച്ചു നോക്കിയേ.
സൂപ്പറാ എടുത്ത് കുടിച്ചു നോക്കി. ആണോ? കൊള്ളാല്ലേ? അറിയാതുള്ള രീതിയിൽ ഉള്ളി കയറി നിൽക്കും. അതെ അതെ. അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കഴിയേ. ആ എന്താണെന്നറിയോ, എങ്ങനെയുണ്ട്? കുറേ ദിവസം കൂടിയിട്ടാണ് കുഞ്ഞാന്റെ ചിക്കൻ നോൺ വെജ് കിട്ടുന്നത്. റീസൺ ഞങ്ങൾ പറയും, പറയില്ല. പലർക്കും അറിയായിരിക്കും, ഞങ്ങൾ പക്ഷേ പറയില്ല. സൂപ്പറാണോ കുഞ്ഞാൻ്റെ? ഞങ്ങളുടെ വായി നീട്ടിട്ട് ഞങ്ങളെ വലിയ ട്രോളാന്നല്ല. അതെ അതെ, ഞങ്ങൾ പറയില്ല. അപ്പൊ കൊച്ചേ ഇതെന്താ പറയാ, കുറേ ദിവസം ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുമ്പോഴേ ഫുൾ ഡൗൺ ആയി പോകും. അതെ അതെ. നമ്മൾ നോൺ വെജ് ഫുഡുകളൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അതാ പിന്നെ ഇവരിങ്ങനെ കൈ കാണിച്ചപ്പോഴേ ഞങ്ങൾ ചാടി കയറി കേട്ടോ. ഒന്നും നോക്കിയില്ല. ഇനി നമുക്ക് പാർസലും തന്നുവിടാന്നൊക്കെയാ പറഞ്ഞേക്കല്ലേ. അപ്പം എന്തായാലും കഴിക്കാട്ടോ നമുക്ക്. ഇതെന്താട്ടേ യുദ്ധക്കളോ? നമുക്ക് ആ കുറച്ചായല്ലോ നമ്മൾ ചിക്കനെ കഴിച്ചിട്ട് അതിന്റെ ഒരു ആർത്തിന്ന് വേണമെങ്കിൽ പച്ചമലർത്തി പറയാം. കുറേ ദിവസം കൂടി കഴിച്ചപ്പോൾ ഒരു സന്തോഷം കേട്ടോ ഞങ്ങൾക്ക്. അത് നമുക്ക് കഴിക്കുന്നതിനേക്കാൾ നല്ല എന്താ പറയുക, കൊച്ചിനാണ് മെയിൻ പ്രശ്നം. ചിക്കൻ എന്ന് പറഞ്ഞതിന്റെ മെയിൻ ഒരു കാരണം എന്താ അറിയോ, യാത്ര ചെയ്യുന്നവർക്ക് ചിക്കൻ ഹൈ പ്രോട്ടീനാണ്. അപ്പൊ ആ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. യാത്രയിൽ നമുക്ക് ക്ഷീണം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. വെജിറ്റബിൾസ് മാത്രം കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ ചിക്കൻ കഴിച്ചപ്പോ ഹാപ്പി ആയോ? അതിന്റെ മുഖത്ത് കാണാനുണ്ട്. അതിന്റെ ഫേവറേറ്റ് സാധനം ചിക്കനൊക്കെയാണ്. അത് വേറെ മീൻ കഴിക്കില്ല, പിന്നെ ഇവിടെ ഉറക്കെ പറയാൻ പറ്റില്ല, ബീഫ് കഴിക്കില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും അവള് കഴിക്കില്ലാത്ത ഒരാളാണ്. ചിക്കൻ അവളുടെ ഫേവറേറ്റ് ആണ്. ആ കാരണം എന്താ പാർസൽ ചെയ്യുന്നേ? അമ്മേ, ഇതിന്റെ ഒരു പകുതി പൈസ എങ്കിലും കൊടുക്കണേ. മോശം കേട്ടോ. അതാണ് കൊടുക്കും, അതൊരു കാര്യമുണ്ട്. ഇത് കണ്ടോ, പാർസലാണ് ഞങ്ങൾക്ക് ഡെസ്കിൽ ഇരിക്കുന്നത്. എന്താ പാസ്ത എന്തോ, അതോ പിസ്സയാണ് കേട്ടോ. വെജിറ്റബിൾ പിസ്സ എന്തോ ആണ്, എന്താണെന്നറിയില്ല, എന്ത് പിസ്സയാണെന്നറിയില്ല കേട്ടോ. പിന്നെ ഇവരുടെ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ അക്കൗണ്ട് നമ്പറൊക്കെ ചെയ്യാം കേട്ടോ. ഇതെന്തത്? അതായത് നമുക്ക് ഒരു ബില്ല് ഇട്ടു എന്ന് പറഞ്ഞാല് മൊത്തം പൈസ 500 രൂപയാണ്. അതിൽ 200 രൂപ കുറച്ചു. ആ കൂടെ ഇതൊരു ചിക്കൻ പാസ്തയാണ്, അതേപോലെ ഇതൊരു പിസ്സയാണ്. ഇത് രണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. പോകുന്ന വഴിക്ക് കഴിച്ചോളാം. നമുക്ക് കേറാട്ടോ. ഇതാണ് കേട്ടോ കട. ഇവര് ഞങ്ങളെ പെട്ടെന്ന് വിളിച്ച് കയറ്റിയതായതുകൊണ്ട് ഞങ്ങൾക്ക് കടയൊന്നും കാണിക്കാൻ പറ്റാണ്ടാണ് ഞങ്ങൾ കടയുടെ ഉള്ളിലോട്ട് ആദ്യമായി കയറിപ്പോയത്. കാരണം ആദ്യം ഒരു ചേട്ടൻ ഞങ്ങളെ കൈ കാണിച്ച് നിർത്തി. അപ്പോൾ ഇവർ ക്ലീൻ ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ബില്ലുണ്ടല്ലോ അൻസി, നമ്മളെല്ലാം ചെറിയ സാധനങ്ങളാണ് പറഞ്ഞത്, പക്ഷെ തന്നെല്ലാം വലുതായിരുന്നു. അതുകൊണ്ടാണ് അത്ര റേറ്റ് ആയല്ലേ? എത്ര റേറ്റ്? 500 രൂപ ആയത്. അല്ലെങ്കിൽ അല്ല, ഇവര് തന്നെല്ലാം വലുതായിരുന്നു. അപ്പൊ ഈ സാധനങ്ങൾക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും വില കൂടുന്നതാണ്. എന്നിട്ട് നമുക്ക് 500 രൂപ ആയുള്ളൂ. പുള്ളി ഒറ്റ ഒരു അഭ്യർത്ഥനയെ പറഞ്ഞുള്ളൂ, ഇൻസ്റ്റയിലൊന്ന് കൊളാബ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പാസ്ത ഒരെണ്ണം കിട്ടി. പിന്നെ എന്താ പിസ്സ, വെജിറ്റബിൾ പിസ്സ ആണെന്നല്ലേ? പാസ്തയോ? പാസ്ത എന്താന്ന് അറിയില്ല അല്ലേ? തുറന്നു നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. അപ്പൊ അത് രണ്ടും കിട്ടി. അപ്പൊ ഉച്ചക്കത്തേക്ക് ഇനി ഫുഡ് വേണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ആ ചിക്കൻ കഴിച്ചപ്പോ തന്നെ ഒരുമാതിരി വയറങ്ങ് ഫുള്ളായി പോയി. അതെന്താ അങ്ങനെ? ആ ചിക്കൻ 4 തന്നെ 200 ചില്ലാൻ രൂപ. എനിക്ക് തോന്നുന്നു നമുക്കേ ഫുഡ് അത് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഴിക്കാണ്ടിരുന്ന് പിന്നെ നമ്മൾ ഫുഡ് മേടിക്കുന്നതൊക്കെ ശരിക്കും വീഡിയോയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പകുതി തന്നെ അത് കഴിക്കുന്നില്ല. ഇവരുടെ മറ്റേ ഇതൊന്നും ഫുഡൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ ബസ്സുകൾ ഇങ്ങനെ തുരുതുരാന്ന് പോകുന്നുണ്ട്. എന്തോരം സ്കൂൾ ബസ്സാലേ! ഞങ്ങളൊരു കുറേ സമയമായിട്ട് ഇങ്ങനെ കണ്ടിക്കുക, റോഡ് ബ്ലോക്ക് ആക്കി സ്കൂൾ ബസ്സിന് പോകാൻ വേണ്ടിട്ട്. അത് 1-2 ബസ്സൊക്കെ ആണെങ്കിൽ പോട്ടെ, ഈ സ്കൂളിന്റെ അപ്പൊ സ്റ്റാൻഡേർഡ് ഒന്ന് ആലോചിച്ച് നോക്കി, എന്നാ വലിയ സ്കൂളായിരിക്കും. ഒരു 10 രൂപ ബസ്സിന് വേണ്ടി ഇപ്പൊ മൊത്തത്തിൽ പോയിട്ടുണ്ടാവില്ലേ? 20 അല്ല, ഇപ്പൊ തന്നെ പോയിട്ടുണ്ട് കൊറേ ബസ്സുകള്. ഇഷ്ടമാതിരി ബസ് കേട്ടോ. അമ്മ സ്കൂളായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ എണ്ണി വയ്ക്കട്ടോ, അപ്പൊ മനസ്സിലാവും എത്ര എണ്ണത്തെ നിങ്ങൾ തന്നെ ഇപ്പൊ കണ്ടു. ഞങ്ങൾ അതിന് വലിയ ഒരു 10-5 കൂടെ കണ്ടിട്ടാണ് ഞങ്ങള് വീഡിയോ എടുത്തു തുടങ്ങി കേട്ടോ. മാല പോലെയാണ് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നേ ഇവിടുത്തെ ടോപ്പ് സ്കൂളായിരിക്കും ചിലപ്പോ, പറയാൻ പറ്റില്ല. ഈ വണ്ടിക്കാർ ഇങ്ങനെ നിർത്തി വെച്ചേക്കുന്നത് ബസ് ഹൈവേ ആണ് നിർത്തി വെച്ചേക്കുന്നത്. ഹൈവേ നിർത്തി സ്കൂൾ ബസ്സിന് പോകാൻ ഗ്യാപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിന് അത്രയും ബസ് ഉണ്ട് കേട്ടേ. ഇതുണ്ടോ, വണ്ടികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണ് സ്കൂളിന്റെ എൻട്രൻസ് വരുന്നത്. വമ്പ എന്തോരം വണ്ടികളാണെന്നറിയോ? എന്തോരം വണ്ടികളുണ്ടെന്നറിയോ? ഇപ്പൊ തന്നെ അവിടെ എത്രയോ വണ്ടികളാണ് കിടക്കണേ. അതിനുവേണ്ടി ഹൈവേ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക.
അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടി കിടന്നുറങ്ങുന്നു. എങ്ങനെയുണ്ട് ആൻസി? തുറന്നേ. ഞാനിത് തുറക്കുന്നതിന് മുമ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലേ. ഇതാണ് നമ്മുടെ ചേട്ടന്മാർ നമുക്ക് ഫ്രീ ആയിട്ട് തന്ന പിസ്സ കേട്ടോ. ഡിസ്കൗണ്ടും ചെയ്ത് ആ കൂടെ ഫ്രീ ആയിട്ട് പിസ്സയും തന്നു. എന്താണ് തുറക്കാൻ പറ്റുന്നില്ലേ? ഇതിങ്ങനെ ഇത് പിസ്സേൻ്റെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് വെച്ചാൽ. അത് നമ്മുടെ കത്തി എന്ത് ചെയ്യേ? വെജിറ്റബിൾ ആട്ടോ, എന്നാലും കുഴപ്പമില്ല. പിസ്സയൊക്കെ ചുങ്ങനെ അങ്ങനെ തരാന്ന് പറയുമ്പോഴേ ഇത് എന്ത് വില ആയിട്ടുണ്ടോ അവിടെ പിസ്സയ്ക്ക്? ഉണ്ട്. സൂപ്പറാ. എന്നാൽ എനിക്കും തന്നേക്ക. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആൻസി അടുത്തത് തുറന്നു. അത് ചിക്കൻ അല്ലേ ഡി? ആണോ? നമ്മൾ ഈ AC ഇട്ടല്ലേ പോകുന്നത്. പിന്നെ ഇവിടെ വലിയ ചൂടും ഇല്ല കേട്ടോ, നല്ലൊരു ക്ലൈമറ്റ് ആണ്. ചിക്കനോ? കൊച്ചിന് ചിരുവാക്കണേ. മൊത്തം തീർക്കരുത്. അങ്ങനെ മതിയാക്കിയാ? ഒരു കഷ്ണം കൂടെ എടുത്തിട്ടുള്ളൂ, ബാക്കി അങ്ങനെ തീരുന്നില്ല കേട്ടോ, അത്ര ഉണ്ട്. തിന്നിട്ടൊന്നും ആവുന്നില്ല. വയറ് ഒരുമാതിരി തിന്നാൻ പറ്റുന്നില്ല, ഒരുമാതിരി ഒരു ക്ഷീണോ. നമുക്ക് പോവാ. അങ്ങനെ പഞ്ചാബിലും മഴ തുടങ്ങി കേട്ടോ. നല്ല മഴ എന്ന് പറയാനില്ല, ചെറിയൊരു ചാറ്റിൽ അത്രേ ഉള്ളൂ. പക്ഷെ കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട് നന്നായിട്ട് മഴ പെയ്യുന്നു, കാരണം മൂടിയാണ് കിടക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ നന്നായിട്ട് മൂടിയിട്ടുണ്ട്. അപ്പൊ ശ്രീനഗറിലേക്കൊക്കെ മഴ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. കാണിക്കുന്നില്ല, കുഴപ്പമൊന്നുമില്ലായിരിക്കും കേട്ടോ. ഇതിന്റെ സൈഡ്, രണ്ട് സൈഡിലും ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കൃഷിയൊക്കെ കാണിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ചിലർക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പിന്നെ നെല്ല് വിതച്ചിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു പച്ച നിറത്തിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ആ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ണിന് നല്ലൊരു കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഒരു മുബാറക് മൻസിൽ എന്ന് പറഞ്ഞ ഒരു കൊട്ടാരം അല്ലേ, അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇത് കാണാൻ വേണ്ടി ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് കയറുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളിവിടുന്ന് ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ്, നമ്മൾ ഉള്ളിൽ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിൻ്റെ മേളുവശമൊക്കെ നാശമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. വേണ്ട, ഫാൻസിയും കൊച്ചും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. വേണ്ട, ഇതൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കുഴപ്പമില്ല. ഇത് മുബാറക് മൻസിൽ എന്ന് പറയുന്നൊരു മനസ്സിലാട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വണ്ടി ചെന്നിട്ട് പറയുമോ, കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. അതൊക്കെ സംഭവം 150 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇതൊരു റൂമാണ് കേട്ടോ. ഇത് റൂമാണ്. റൂമിൻ്റെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ തീ കായുന്ന സ്ഥലം. ഇത് ഫുള്ള് കൈവച്ച് കൊത്തിയേക്കുന്നതാണ് കേട്ടോ. പെയിൻ്റ് അടിച്ചു എന്നുള്ള, അതിൻ്റെ പുറത്തുകൂടി ഫുള്ള് കൊത്തുപണികളാണ് മൊത്തം, സിമെൻറ്റൊക്കെ വെച്ച്. 150 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ മഴയും ചാറ്റുന്നുണ്ട്. 150 വർഷം പഴക്കം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു മോണുമെൻ്റാണ്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആഹാ, ഇത് പമ്പം വലുതാട്ടോ. ഇത്ര ഹൈറ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ മുകളിൽ നിന്ന് ചിലപ്പോൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് കയറ്റിയില്ല. കൊള്ളാം, സൂപ്പറാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാർ വരെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബേക്ക് സൈഡ് കേട്ടോ. അതിന് സംഭവം രസമുണ്ട്, പക്ഷെ നമുക്ക് ഉള്ളിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സങ്കടം മാത്രം. അയ്യോ, നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോവാം. ഇത് കണ്ടോ, ഇത് പണ്ടത്തെ ഗുസ്തി ചെയ്തുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ്. ഓ ദർഗ इतने मतलब वो लंबे थे। वो होते हैं ना, इसमें लग वो होते हैं, इतने लेंथ थी। ये वो बना हुआ बस खा इविടെയാണ് ഗുസ്തി आते हैं। अभी बारिश हो रही है ना, आज आया नहीं है, पहलवान आते हैं वरना यहाँ पर। അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഉള്ളിലേക്കൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇല്ല, ഉള്ളിൽ സമ്മതിച്ചില്ല. ഗേറ്റ് നമ്മൾ അടക്കണായിരിക്കോ? ഓ, അവരടച്ചോളായിരിക്കും. എന്താണ് സംഭവം? എന്താ ഉള്ളിലേക്ക് സംഭവം? ഇത് അത്യാവശ്യം നല്ലൊരു സംഭവമാണിത് ഈ മനസ്സില്. അപ്പോ നശിപ്പിച്ചിട്ടേക്കാന്ന് വെച്ചാൽ ഇത് സേഫ്റ്റി ഇല്ലെന്നാണ് അവർ പറയുന്നത്. കാരണം മേളുവശമൊക്കെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ, അതുകൊണ്ട്
ഉള്ളിൽ കയറാൻ സമ്മതിക്കില്ല. അല്ല, ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കയറാൻ സമ്മതിക്കില്ല. ഇതിന്റെ ഉള്ളിൽ ബാറൊക്കെ ഉണ്ട്. ബാറുണ്ട്. പഴയ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മദ്യങ്ങളുടെ ഒക്കെ കുപ്പികള്, അതെല്ലാ സാധനങ്ങളും അതിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പത്രങ്ങള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നും സമ്മതിച്ചില്ല. ഞാൻ വെറുതെ എന്തിനാ വന്നേന്നായി പോയി. വെറുതെ ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ ഇറങ്ങാതിരുന്നത് കുഞ്ഞാറ്റ നല്ല ഉറക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെറുക്കന്മാര് മാത്രം ഒരു 4 ഞങ്ങൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, കൊച്ചിനെ എടുത്ത് പിടിച്ച് ഇങ്ങനെ നടക്കണ്ടേ, ചേട്ടി പോയി നോക്കിട്ട് വന്നു. വെറുതെ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നം ഇറങ്ങാതിരുന്ന നന്നായില്ല. എന്തായാലും നിങ്ങളും കൂടി ഇറങ്ങിയ കൊച്ചിനെ എടുത്തോണ്ട് വെറുതെ അതിന്റെ ഉള്ളിൽ കൂടി വെറുതെ നടന്നിട്ട് കയറി പോയിട്ടുണ്ട്. 150 വർഷം പഴക്കമുണ്ട് ഇവിടെ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ കൂടുതൽ സിനിമ ഷൂട്ടിങ്ങും ആൽബം ഷൂട്ടിങ് അങ്ങനത്തെ ഇതൊക്കെ ഉള്ളൂ. അതെങ്ങനെയാ വെച്ചാൽ അത് ഗവൺമെന്റിന്റെ പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് വരിക. അപ്പൊ നമുക്ക് പെർമിഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞു പുറമേ ഒക്കെ എടുത്തോ, അകത്തേക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. കേറിയും പോയി എന്തെങ്കിലും പറയാൻ പറ്റുമോ? പുള്ളി എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിത്തെ ഫുള്ള് പഞ്ചാബി ഭാഷയിലാ പറഞ്ഞത്. ഒന്നും മനസ്സിലായില്ല. ഹിന്ദി പോലേ അല്ല പഞ്ചാബി. പഞ്ചാബി നമുക്ക് സമയം വെറുതെ കളഞ്ഞല്ലേ. ഇതാണ് നമ്മള് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങില്ല മെയിൻ കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് ടീം എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ പോയ മൻസിലിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി തരാം കേട്ടോ. കാരണം നമുക്ക് മൊത്തം കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മൊത്തത്തിലുള്ളൊരു ഹിസ്റ്ററി പറയുന്നില്ല. അതായത് 19-ാം നൂറ്റാണ്ടിലുള്ളൊരു പാലസാണിത്. 19-ാം നൂറ്റാണ്ടിലെ നവാബ് ഇഫ്തിഖാർ അലി ഖാൻ്റെ കുടുംബത്തിൻ്റേതാണ് ഈ പാലസ്. അത് മാത്രമല്ല ഏകദേശം 35 റൂമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത്രയും വലുതാണ്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്. 1901 പണിതാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ റിപ്പോർട്ട്. പിന്നെ യൂറോപ്യൻ രൂപരേഖയുള്ള മുഗൾ ആൻഡ് യൂറോപ്യൻ ഘടന ഫ്യൂഷനാണ് ഇതിൻ്റെ ആകർഷണം. അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഉണ്ടല്ലോ, അതാണിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പഞ്ചാബിൽ എവിടെയാണെന്ന് ആൻസിക്ക് വല്ല പിടുത്തമുണ്ടോ? പഞ്ചാബിലെ മലർക്കോട്ട്ല എന്ന് പറയുന്ന ഒരു സിറ്റീൻ്റെ അടുത്തായിട്ടാണ് ഈ മുബാറക് മൻസിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താ കുഞ്ഞാറ്റ കഴിക്കുന്നില്ലേ? അതെ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഞാനത് ഒന്നും കൂടി പറയാം. ഞങ്ങൾ ഉള്ളിൽ കയറാൻ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല കേട്ടോ. മുബാറക് മൻസിൽ പഞ്ചാബ് എന്ന് അടിച്ചാൽ തന്നെ കാര്യങ്ങൾ വരും. പക്ഷെ ഉള്ളൊന്ന് കാണിക്കണമായിരുന്നു അല്ലേ? ചിക്കൻ വേണ്ടേ? പാസ്ത മാത്രം. അങ്ങനെ ഞങ്ങൾ പഞ്ചാബിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല മഴയായി, നല്ലൊരു തണുത്ത കാലാവസ്ഥയായിട്ടോ. നമ്മൾ ലുധിയാന എത്താനായി. ലുധിയാന. പിന്നെ നമ്മൾ എവിടെ എത്തും? ഇവിടെ എത്തുവോ? ജമ്മുവിലെത്താൻ ചാൻസ് കുറവാണ്. ഇല്ല അല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട് ജമ്മുവിലേക്ക്? എന്താ പറയുക, മഴ പെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിട്ടു പോകാൻ പറ്റില്ല. 60-65 തന്നെ നമുക്ക് മഴയത്തും നല്ലത്. 60 തന്നെ പോകില്ല മഴയത്ത്. എന്താ പറയുക, പെട്ടെന്ന് ബ്രേക്ക് ഒക്കെ പിടിക്കേണ്ടി വന്നാലേ അപ്പം എല്ലാം പോകുന്ന നല്ലത്. എന്താണ് പരിപാടി? പിടിക്കുകയാണോ? കാല് കാണുന്നില്ലേ? ഇവിടെ പഞ്ചാബിലെ കുഞ്ഞാറ്റ എപ്പോഴും പഞ്ചാബിന്റെ എത്തുമ്പോൾ ഒരു പാട്ട് പാടുന്നില്ല. ഏതൊരു പാട്ട്? ആർക്കെങ്കിലും മനസ്സിലായോ? ഇവിടെ ഡെയിലി ആർക്കെങ്കിലും മനസ്സിലായി ഒന്ന് കമന്റ് ചെയ്യണേ. ആദ്യം തൊട്ട് പാട്. തുടക്കം പാടിക്കുക. പഞ്ചാബി അങ്ങനെ തണുത്തിട്ട് വയ്യാന്ന് പറഞ്ഞു വേറൊരാൾ പുറത്തിറങ്ങി സെറ്ററൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല, വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റില്ല. എ സി നന്നാക്കിയതിന്റെ പ്രശ്നമല്ല ഇതൊക്കെ. ഞങ്ങൾക്ക് എ സി നന്നാക്കിയതിന്റെ ഓരോ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. എന്താ ഇവിടെ എന്താ പരിപാടി? കൊച്ചിവിടെ പോതച്ചൊക്കെ ഇരിക്കുന്നു. പോതപ്പോ കിടത്തൽ എന്റെ മടിയിലേക്ക് വല്ല വന്നേക്കാണ്. എന്താ ഇവിടെ എന്താ പരിപാടി? ഇത് മൈലാഞ്ചി അല്ല, ഇത് ആര്യവേപ്പിന്റെ ഇലയാണ്. മൈലാഞ്ചി ഒന്നും അല്ല അത്. അതൊക്കെ ആര്യവേപ്പിലയും ഇതൊക്കെ തന്നെ.
നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ലുധിയാന എന്ന് പറഞ്ഞ ടൗണിൽ കൂടിയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ലുധിയാന എന്ന് പറഞ്ഞത് പഞ്ചാബിലെ അത്യാവശ്യം വലിയ സിറ്റിയാണ്. പിന്നെ പഞ്ചാബിന്റെ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ ലുധിയാനയാണ്. വേണമെങ്കിലല്ല, ലുധിയാനയാണ് കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ. അതാണ്, അത്രയും വലിയ സിറ്റിയാണ്. അതാണ് ഇപ്പൊ ഇത്രയും തിരക്ക് കാണുന്നത്. പിന്നെ മഴയുണ്ടല്ലോ, നല്ല മഴയുണ്ട്. അതെ അതെ. ലുധിയാനയിലെ ഏറ്റവും വലിയ ഒരു സ്രോതസ് എന്താണെന്നറിയോ? അവരുടെ തുണിക്കച്ചവടമാണ്. ഏറ്റവും കൂടുതൽ തുണിക്കച്ചവടമുള്ള സ്ഥലമാണ് ലുധിയാന. പിന്നെ പഞ്ചാബിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. ഏറ്റവും വലിയ സിറ്റിയിലെ, അതാണ് ഇത്രയും തിരക്ക്. നമ്മുടെ വൈപ്പർ ബ്ലേഡിന്റെ സൗണ്ട് കേട്ടോ? എനിക്ക് തോന്നുന്നതേ എന്തോ ചെറുതായിട്ട് അത് പോയി തോന്നുന്നു. അല്ല, ഇത് ഞാൻ പുതിയത് മേടിച്ചിട്ടാന്നേ. എന്തെങ്കിലും കംപ്ലൈന്റ് ചിലപ്പോൾ കാണുമായിരിക്കും. ഇത് കണ്ടില്ല, ഇപ്പൊ കുഴപ്പമില്ല. വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ സൗണ്ട് എടുക്കാല്ലേ. ഇതുണ്ടോ, ഒരു ക്ലോക്ക് ടവർ ആണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. കറക്റ്റ് സമയമാണല്ലേ 5:30. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ഷോയ്ക്ക് വെച്ചേക്കുന്നതായിരിക്കും. വൈപ്പറിന്റെ ഒച്ച കേൾക്കുന്നുണ്ടോ? കറന്നല്ലേ. ഒന്നാമത് നമ്മുടെ ഈ കുഞ്ഞു വണ്ടി കൂടി ആകുമ്പോഴേ നമുക്ക് ഈ ക്യാമറ പിടിക്കാൻ കുറച്ച് സ്ഥലം കൂടി ഉള്ളൂ. അത് ക്ലീനിങ് കൂടി അല്ലെങ്കിൽ തീർന്നില്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ പിന്നെ NH 44 കയറിട്ടോ. ഒരുപാട് കറങ്ങി പിന്നെ ആ വഴി തന്നെ എത്തിയേ. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ? നോക്കാം, നമുക്ക് അവിടെ എത്തിയിട്ട് സമയം നോക്കിട്ടെ. ഇപ്പൊ തന്നെ സമയം 6:30 ആയി. നമ്മള് മിക്കവാറും അവിടെ തന്നെ ഇന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും. നമ്മള് ഇത് കണ്ടോ, ഇവിടെ ആ വഴിയൊക്കെ കണ്ടോ, ഫുള്ള് വെള്ളമായിട്ടോ. അപ്പുറത്ത് ഫുള്ള് വെള്ളമായിട്ടോ. ആ കാറൊക്കെ പോകുന്ന നോക്കിയേ. വേറെ കാര്യം ഞാൻ പറയട്ടെ, ഈ മഴയാണ് നോർത്ത് ഇന്ത്യയിൽ മൊത്തം പെയ്തിരുന്ന ആ മഴയില്ലേ, ആ മഴയാണ്. അത് കാശ്മീർ ഭാഗങ്ങളിലും പെയ്തു. ഇപ്പൊ അവിടെ കുഴപ്പമില്ല, ക്ലൈമറ്റ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ അപ്ഡേഷൻസ് എടുത്താണ് കേട്ടോ പോകുന്നത്. അപ്പൊ അങ്ങോട്ട് വിളിച്ചു, ഞങ്ങളൊക്കെ അവിടെ പരിചയമുള്ളൊരു ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പോന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ പോകുന്നത് ഹവേലി എന്ന് പറഞ്ഞൊരു ഇതിനകത്തേക്കാണ് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബിലെ ജലന്ധറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. സ്ഥലം പറയാം, ഒരു റെസ്റ്റോറന്റ്. ഒരു റെസ്റ്റോറന്റ് എന്ന് പറയാം. അതായത് ഞാൻ അതിന്റെ ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഹവേലി എന്നത് പഞ്ചാബ് സംസ്കാരത്തെയും ഭക്ഷണത്തെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു സാംസ്കാരിക റെസ്റ്റോറന്റ് ആണ് ഹവേലി. നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് പോയിട്ട് കാണാമേ. ഞങ്ങള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. കുഞ്ഞാറ്റേക്ക് കോസ്റ്റ്യൂംസും ചേട്ടായും ഞാനൊക്കെ ഒന്ന് കോസ്റ്റ്യൂംസും ചെരുപ്പൊക്കെ, കോസ്റ്റ്യൂം അറിയില്ല, ചെരുപ്പുകളൊക്കെ മാറിട്ടോ. കാരണം ഹവായിയൊക്കെ ഉപയോഗിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മള് ലോക്കലാന്ന് നമുക്കറിയാം, പക്ഷെ ബാക്കിയുള്ളവരും കൂടി അറിയിക്കണ്ടല്ലോ. കുഞ്ഞാറ്റാണ് ഇതിനകത്ത് ഭയങ്കര ഫ്രീക്ക് ആയത് കേട്ടോ. കുഞ്ഞാറ്റ എങ്ങോട്ട് വാങ്ങിക്കേ, നിലത്തൊന്നല്ലോ. ഫുള്ള് വണ്ടികളാണ്. രാജകൊട്ടാരത്തിന്റെ ഒരു സെറ്റപ്പ് അല്ലേ. അതായത് ലുധിയാനയിൽ ജലന്ധർ എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്. മേളിലേക്ക് നോക്കിയാൽ ഈ പോണാണ് ഹൈവേ. ഇവിടെയൊക്കെ കണ്ടോ, നല്ല ഭംഗി. ഇത് നോക്കിയേ, ഹൈവേ മേളിൽ കൂടി പോകുന്ന ഹൈവേ, നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ. ഇത് കണ്ടോ, ഇത് ബോൺസായിയാ. എത്ര വർഷം പഴക്കമുണ്ടാവും. നല്ല വർഷം പഴക്കമുള്ള കേട്ടോ. ചേട്ടയ്ക്ക് ചെടികളോട് ഭയങ്കര ഇതൊക്കെ അറിയാവുന്നതായതുകൊണ്ട്. പക്ഷെ നല്ല വെള്ളം, മഴയല്ലേ. ആ കിളികൾ കരയുന്ന ഒച്ച കേട്ടോ. അതെ, ആ കിളിനാഥം കേട്ടോ. കിളിനാഥം ആ മരത്തിൽ കേട്ടോ. ഇത് സംഭവം ചെയ്ത് നല്ല രസമുണ്ട്. അതായത് ഞാൻ പറയട്ടെ, പഞ്ചാബിലെ ഗ്രാമീണ ഫുഡുകള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ഇവിടെ കിട്ടും. എല്ലാം കിട്ടും, ട്രൈ ചെയ്യാം. അതെ, ഇതുണ്ടോ, ഗ്രാമീണ ഭംഗികളൊക്കെയാണല്ലോ ഇവിടെ കൂടുതലും കാണാം. അപ്പൊ ഇതുണ്ടോ, ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുണ്ട്. കച്ചി വെച്ചിട്ട് ഇങ്ങനെ ഒരു വീട് പോലെ സെറ്റ്. ഇന്നലത്തെ വീഡിയോയിൽ ഒരു ചേട്ടൻ നമ്മളോട് ചോദിച്ചേ, നിങ്ങള് വയനാട്ടുകാരല്ലേ, നിങ്ങൾ കച്ചിന്നാണോ വൈക്കോലിന്നാണോ പറയാന്ന്? സംഭവം വേറൊന്നുമല്ല, ഞങ്ങള് ജനിച്ചതും 1 വയസ്സുള്ളത് വരെ കോട്ടയംകാരായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ വയനാട്ടുകാരനായത്. ഞാന് തമിഴ്നാട്ടിലാണ് ജനിച്ചത്. തമിഴത്തിയാണ്. അങ്ങനെ അറിയാൻ പാടില്ല, തമിഴ്നാട്ടിലാണ് ജനിച്ചതെന്ന് മാത്രം. ഇത് വവ്വാലാണോ? അല്ലല്ലോ, എന്തോ പക്ഷി കേട്ടോ. ചെവി അടിച്ചു പോണ സൗണ്ട്. ഇതൊക്കെ പഴയ അങ്ങനത്തെ സെറ്റപ്പുകള് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇതൊരു റെസ്റ്റോറന്റ് ആണ്. അതെ, അതാണ് വേറൊരു കാര്യം. അയ്യോ, ചെവി അടിച്ചു പോണം.
ഇതുണ്ടോ ഒരു കാളവണ്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കാളയല്ല, കുതിരവണ്ടി. കുതിരവണ്ടിയാ? ആ, കാളയും കുതിരയും. ആ, കാളവണ്ടിയുമാണ്. ആണോ? ആ, പിന്നല്ലാണ്ട് ഇതുണ്ട് ഇതൊക്കെ കത്തി വെച്ച് ഇങ്ങനെ എന്താ പറയാ മേൽക്കൂരയൊക്കെ ചെയ്തേക്കുന്നത്. ഇതിലെ ഉള്ളിൽ കയറാൻ പറ്റുമായിരിക്കോ? അറിയത്തില്ല. നമുക്ക് അപ്പുറത്ത് തന്നെ കയറാം. അപ്പുറത്ത് കൂടെ തന്നെ കയറാം. അല്ലടാ, ഇവിടെ ആൾക്കാരുടെ ഡ്രസ്സും അങ്ങനത്തെ ഒക്കെ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ഇതിലൊന്ന് കയറി നോക്കാം നമുക്ക്. ഇതിൽ കയറാൻ പാടില്ലായിരിക്കും. അതെന്താ? അപ്പുറത്ത് കൂടെ തന്നെ കയറാൻ പാടില്ലായിരിക്കും. ചെണ്ട കൊട്ടുന്ന ഒരു ആള്, സിക്കുകാരൻ. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അതെ, ഇതാണ് ഹവേലി. ഇതാണ് ഹവേലി. എൻട്രൻസ് വരുന്ന ഇവിടെയാണ് കേട്ടോ. എൻട്രൻസ് ഇതല്ല, എൻട്രൻസ് അവിടെയാണ്. ഉള്ളിലേക്ക്. അപ്പൊ ഇവിടുന്ന് എതിലെ വേണമെങ്കിലും കയറാടി, എതിലെ കയറിയാലും കുഴപ്പമില്ല. ഓ, അങ്ങനെ. എന്നാ ബാ കേറാം, ഇതിൽ തന്നെ കയറിയേക്കാം. അതെ, തുടക്കം ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. അതന്നെ, കണ്ട് പോവാം. അതെ. അങ്ങനെ ഞങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ കയറിട്ടോ, ചേട്ടയ്ക്ക് ഗുളിക എന്നിട്ട് തൊട്ടിപ്പുറത്ത് ഒരു ഹവേലിന്റെ തൊട്ടിപ്പുറത്താണ്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയപ്പോ മരുന്ന് മേടിച്ച് വേദന കുറച്ചിട്ട് കയറി പോവാലോന്ന് വിചാരിച്ചില്ല. സംസാരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ആദ്യം അത് ചെയ്യാന്ന് വിചാരിച്ച. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിട്ടോ. ഇതിന്റെ ഉള്ളിൽ ഫുൾ ആൾത്തിരക്കാണേ. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ടാവും. അതങ്ങനെയല്ല, ഇതില് ടൂറിസ്റ്റുകാർ വരും കൂടുതലും കാണാനൊക്കെ. നാട്ടിലുള്ളവർക്കും ഇവിടെ വന്ന് സമയം ചെലവഴിക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള. അത് മാത്രല്ല ഫ്രീ ആണ് കേട്ടോ, പാർക്കിംഗ് ഫ്രീ ആണ്. ഇത് പഴയകാല കിണർ, പിള്ളേരൊക്കെ വെള്ളം കോരുന്നുണ്ടോ? ഇതൊരു ഡെമോയാണ് തോന്നുന്നു. ഇച്ചിരി വെള്ളമുള്ളൂ, ചെറിയ കോരലാണ്. കോരിയിട്ടും തീരുന്നില്ല. അല്ല കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റിന്റെ പാട്ടാട്ടോ അത്. ഒന്ന് പാടിക്കേ. എന്തെങ്കിലും പറഞ്ഞാലോ? അല്ലെ മൊത്തം ഒന്ന് റൗണ്ട് അടിച്ച് വന്നിട്ടേ. ബക്കറ്റ് ഇതാണല്ലോ, ലീക്കാണ്. നമുക്ക് മൊത്തത്തിലൊന്ന് റൗണ്ട് അടിക്കാം ആദ്യം. വായ്പുണ്ണിന്റെ പേരും പറഞ്ഞ അപ്പനെ മോള് ഐസ്ക്രീം തിന്നാൻ പോവാണ്. പറയുന്നത് വായ്പുണ്ട് അല്ലേ? കുനാഫ ചോക്ലേറ്റ്. കുനാഫയോ അല്ലേ? ഏത്? ഇത് അല്ല അല്ല അല്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു കണ്ടപ്പോഴേ കുനാഫ ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ചു. കൊറേ ഞാൻ വീഡിയോസ് കണ്ടോ. കുനാഫ ശരിയാണല്ലോ. പട്ടിയാക്കി. ഏതാ വേണ്ടേ? ഏതാ? എനിക്ക് വേണ്ട ഐസ്ക്രീം ഒന്നും. നിങ്ങൾ ഞങ്ങള് കുഞ്ഞാരിക്ക് വേണ്ടി ഗെയിം വേണമെന്ന് പറഞ്ഞ് ചെയ്യുമ്പോ കുഞ്ഞാന്റെ ഗെയിം വേണ്ട, കുഞ്ഞാനിക്ക് വേഗം കിട്ടാൻ വേണ്ടി ഒരു ഐഡിയ. കുഞ്ഞാരി ഗെയിം കളിക്കാൻ പോവാണേ. ചേട്ടൻ അതിന്റെ കയ്യൊറിയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ആക്കിയാലേ ഐസ്ക്രീം തരുള്ളൂ എന്നാ ചേട്ടൻ. ഐസ്ക്രീം എടുക്കാട്ടോ. മേടിച്ചോ. വേഗം വാങ്ങ്, വേഗം വാങ്ങ്. വേഗം വാങ്ങിക്കോട്ടോ. കിട്ടിയത് വേഗം നോക്കി തിന്നു. കൊച്ചിലാകെ കൊച്ചു ബോറടിച്ചിരിക്കല്ലേ. പുള്ളിക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ ഞങ്ങള്. താങ്ക് യു പറ. അതെ, മേടിച്ചോണ്ട് പോയല്ലോ. ചേച്ചി പിടിച്ചിട്ടോ. ആ ചേട്ടൻ കളിപ്പിച്ചോടി. ആണോ? എന്നാ കഴിച്ചോ. ഇനി ഇത് വേണ്ടേ? ഇതെന്താ വേണ്ടാത്തെ? ടൂറാണോടി? അവള് തന്നെ പറഞ്ഞ ഏതോ ഫ്ലേവർ ആട്ടോ. എങ്ങനെയുണ്ട് ഐസ്ക്രീം? സൂപ്പറാണോ? ഡ്രസ്സൊക്കെ ഒന്നും ആക്കരുതേ. ഫ്രീക്ക് കോലത്തിൽ ഇറങ്ങിയിട്ട് അലമ്പ് കോലത്തിൽ തിരിച്ചു കയറരുത് വണ്ടിയിലോട്ട് കേട്ടോ.
ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫാൻ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. ആൾക്കാർ ഇരിക്കുന്നതിന് അവിടെയൊക്കെ ഫാനാണ്. നമുക്ക് കുഞ്ഞാൻ്റെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇവിടുത്തെ ട്രഡീഷണൽ വല്ല ഫുഡും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മസാല ദോശയൊക്കെ കേട്ടോ. ഉണ്ണിയപ്പാണോ തൊട്ടപ്പുറത്തിരിക്കുന്നത്? ഉപ്പുമാവോ? മസാല ദോശയുടെ തൊട്ടിപ്പുറത്ത് ഉണ്ണിയപ്പം പോലെ ഉണ്ടോ? നമ്മൾ 6 നടക്കുന്നുണ്ടില്ലേ? അത് വേറെ അതെനിക്ക് തോന്നുന്നേ വേറെ സാധനം തമിഴ്നാട്ടിലെ ഒരു സാധനമുണ്ട്. അത് തന്നെ ഉണ്ണിയപ്പം പോലെ തന്നെ ഉണ്ടാക്കി എടുക്കും, പക്ഷെ ചമ്മന്തിയും കൂട്ടി കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള അടിപൊളി സാധനം. ഇവരുടെ ട്രഡീഷണൽ ഫുഡ് എന്താന്ന് ഇവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇങ്ങനെ ചേട്ടൻ ഒരു ലസ്സി വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇവിടെ ബില്ല് ചെയ്യണം, എന്നിട്ട് ഇവിടെ വന്നിട്ട് സാധനം വാങ്ങണേ. അങ്ങനെയാ കേട്ടോ. അപ്പൊ ഒരു ലസ്സി വാങ്ങി. ഇതാണ് സാധനം. പൊന്നനെ കൂട്ട് ലസ്സി മേടിച്ചപ്പോ പിന്നെ ഐസ്ക്രീം വേണ്ട, ഐസ്ക്രീം കഴിക്കണം. അത് ടേസ്റ്റ് ചെയ്യേ. എങ്ങനെയുണ്ട്? തൈരില് പഞ്ചസാര ഇട്ടത്, അതിനാണ് ലസ്സി എന്ന് പറയാ. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഐസ്ക്രീം പോലെ ഇരിക്കുന്നത് നല്ല കട്ടിയായിട്ടുണ്ട്. പിന്നെ അത് ചേട്ടായി കുടിക്കുന്നത് നല്ലതാ. എനിക്ക് അതുകൊണ്ട് ഞാൻ മേടിച്ച ഗുളിക മേടിച്ചല്ലോ ആ കൂടെ. എങ്ങോട്ടെ? എന്തിനാ? കൊച്ചിരിച്ചിരി വായി വെച്ചു കൊടുത്തോ, കഴിച്ചു നോട്ടെ. ഛർദിക്കില്ലേ? ഛർദിക്കോ? ഐസ്ക്രീമും ഇതും കൂടെ. പുളി ഇതും കൂടി ഇല്ലേ, ഉപ്പും. ഇത് പക്ഷെ സ്വീറ്റാ, മധുര. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല, തൈരല്ലേ അത്. എങ്ങനെയുണ്ട് ചേട്ടി? ഞാൻ സാധാരണ ലസ്സി കുടിക്കുന്നതല്ല, പിന്നെ ഇത് വായ്പുണ്ണിൽ മാറുവാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടല്ലോ. ഗുളിക മേടിച്ചിട്ടുണ്ട്, അപ്പൊ ഇതും കൂടി ആകുമ്പോഴേ. ഈ പാത്രേ വീട്ടിൽ കൊണ്ടുപോകാൻ തരുമോ? ഇതോ? ഇത് തരേണ്ടതാണ്, കാരണം നമ്മൾ ചായ കുടിക്കുമ്പോ ആ ചെറുത് കളയും. ഇത് പക്ഷെ പഞ്ചാബ് ആയതുകൊണ്ട് ചിലപ്പോ അടി കിട്ടും. അടി തരുമായിരിക്കും. പക്ഷെ നല്ല ഭംഗിയായിട്ട് പോയി, നല്ല മുഴുപ്പ് കിട്ടോ പാത്രത്തിന്. വീട്ടിൽ കൊണ്ടുപോകാൻ നമുക്ക് അവിടെ എടുത്തു വെക്കായിരുന്നു. ലസ്സി പിടിച്ച കുപ്പിന്ന് പറഞ്ഞിട്ട്. കുഞ്ഞിനെ വേണ്ടേ? ഇതെന്തത്? ലസ്സി ഇഷ്ടല്ല അല്ലേ? എന്റെ മോന്നല്ല സഹിക്കാൻ വയ്യാലേ. ഈ ചുണ്ടിന്റെ ഇവിടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ പല്ല് ഇങ്ങനെ തട്ടുന്നു. അല്ലെങ്കിൽ ലസ്സി കണ്ണേറെ കണ്ടിടാത്ത ടീമാണ്. അല്ല, കുറെ പേര് പറഞ്ഞു തൈര് കുടിക്കുന്നല്ല, വയറില് ചൂടായിട്ടാണ്. വയറ് ചൂടായിട്ടാണ് നമ്മളിങ്ങനെ ഈ ചൂടത്തല്ലേ യാത്ര. ഭക്ഷണം മേടിക്കുന്നുണ്ട്, കഴിക്കുന്നില്ല. മൊത്തം കഴിക്കുന്നുണ്ടോ? ഇത്തിരി കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഫുഡ് അങ്ങനെ മടുക്കുക. ഫുൾ മ്യൂസിക്കും പാട്ടും ഒരേ വൈബാണ് ഇവിടെ. ചേട്ടനാ ചേട്ടൻ ഇത്തിരി കുരുത്തം കേട്ട ചേട്ടനാ. ചേട്ടൻ അവിടെ ഒറ്റ ഇടലും കണ്ടുവേ, മൊത്തം വെള്ളവും നിലത്തോട്ട് വരിക്കും. ഓ, അമ്മയും കൂടുന്നു, കുഞ്ഞി കൊച്ചു. കുറച്ച് വെള്ളം ഉള്ളു കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് അതൊന്ന് ട്രൈ ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പാവം, ഇനി ആ ചേട്ടൻ സമ്മതിച്ചില്ല. അല്ല, ഞാൻ ഫോട്ടോ എടുത്തു. ഇവിടെ കേട്ടോ ഞങ്ങൾ ഇരുന്ന് ജസ്റ്റ് അപ്പുറത്തേക്ക് വെപ്പിക്കാൻ അവിടെ ക്ലീൻ ചെയ്തു. ഒരു പൊട്ട് പോലും എവിടെയും കാണാനില്ലാത്ത. ഇവിടുത്തെ വേറെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ നമ്മൾ സാധനങ്ങൾ വിളമ്പുന്ന ചേട്ടന്മാരുണ്ടല്ലോ, അവരെങ്ങനത്തെ ഡ്രസ് ഇട്ടേക്കുന്നത്? റെഡ്. അതായത് പഞ്ചാബിലെ ട്രഡീഷണൽ ഡ്രസ്സാണ് അവർ ഇട്ടേക്കുന്നത്. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് ട്രാക്ടർ വേണം, വിമാനം വേണം, ലോറി വേണം. ചേട്ടേ, നമ്മൾ ഇവരുടെ ട്രഡീഷണൽ ഫുഡ് നോക്കാനാണ് പോയത്. അവിടെ ട്രഡീഷണൽ ഫുഡ് അവരെല്ലാരും കഴിക്കുന്നത് എന്താ അറിയോ? മസാല ദോശ. ഇഡ്ഡലി മസാല ദോശയാണ് അവര് കഴിക്കുന്നത്. ഇതുണ്ടോ, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് കയറുന്ന ഒരു സെറ്റപ്പ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇതുണ്ടോ ഇവിടെ? ഇതുണ്ടോ? ഇത് മഞ്ഞള്, മുളക് പൊടിക്കുന്ന മെഷീനല്ല, പണ്ട് എടുത്തു വെച്ചിരുന്ന സംഭവങ്ങളാണ്. പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ? പാത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെന്താ? ഇതൊക്കെ ഇതിനകത്ത് വെള്ളമുണ്ട്. ഓ, പണ്ടത്തെ വലിയ സൈസ് പാത്രം. അതിന്റെ ഉള്ളിലെ ചട്ടകവും. ഇതുണ്ടോ? ഇതൊക്കെ ആ പണ്ടത്തെ ആ ഒരു ഈ പാത്രം നോക്ക്. ഈ തീയൊക്കെ ഉണ്ടല്ലോ, ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തീയാണ് കേട്ടോ. ഒറിജിനൽ തീയല്ലേ? ഒറിജിനൽ അല്ല, അല്ല, ഒരു ബൾബ് വെച്ചിരിക്കാം. മിന്നുന്ന സൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. രണ്ട് ചേച്ചിമാരി തയ്ക്കുന്നു. ഇതൊക്കെ ഇതുണ്ടോ? ഇവിടെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ, ഓരോ പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ.
നല്ല ഭംഗിയുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കാണാനായിട്ട്. അലാവുദ്ദീന്റെ കൂട്ട് അത്ഭുതങ്ങൾക്ക് പിന്നെ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് കാണുന്നത്. ഞാൻ ഇന്നെടുത്ത് വരച്ചു നോക്കട്ടെ. ഇതിന്റെ ഉള്ളില് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ. ഇവിടെ എൻട്രി എടുത്തിട്ട് വേണം ഇതിലേക്ക് കയറാന്. അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അവിടെ 1 മണിക്കൂറോളെങ്കിലും അത് കാണണം. കുഞ്ഞാറ്റ ഉണ്ടോ ഇരിക്കുന്നത്? കുഞ്ഞാറ്റ അപ്പൊ തന്നെ പുറത്തേക്ക് പോവാമേ എന്ന് പറഞ്ഞോണ്ട് അവള് തുടങ്ങി. കൊച്ചിന് എന്തൊക്കെയോ വേണം. കൊച്ചിന് എന്താ വേണ്ടേന്നിട്ട് അറിയത്തില്ല. എന്തൊക്കെയോ വേണം താനും. ആ ബബിളാണോ വേണ്ടത്? അപ്പൊ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ജലന്ധർ ഹൈവേയില് പെഗ്വാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. എന്താണ് കളിപ്പാട്ടം കണ്ടിട്ട് ഇത് മേടിച്ചാൽ നമ്മള് കാശ്മീർ എത്തുന്നോളം വരെ പോലും നിൽക്കൂല. വണ്ടിയിലൊന്നും വെക്കാൻ സ്ഥലമില്ല. വണ്ടിയിൽ വെക്കാൻ സ്ഥലമില്ല കുഞ്ഞ്. നമുക്ക് മേടിക്കാം, പോവാൻ നേരത്ത് മേടിക്കാം, നാട്ടിൽ പോകുമ്പോ മേടിക്കാം. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കേറുകയാണേ. ഇവിടെ ഉണ്ട് ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വമ്പനൊരു സെറ്റപ്പ് സ്ഥലമാണ്. ഇതുണ്ടോ ഇതിനുള്ളിൽ ലോറിയൊക്കെ കൊണ്ട് വച്ചേക്കുക. അതായത് ഇത് പഞ്ചാബികളുടെ ഏറ്റവും കൂടുതൽ ഒരു ഇതാണല്ലോ അല്ലെ ലോറി. അതായത് ഇതെന്താന്നറിയോ, ഇത് വെറും ഒരു റെസ്റ്റോറന്റ്. അപ്പുറത്താണ് ട്രഡീഷണൽ കാര്യങ്ങൾ. നമ്മളെ ഡാൻസിന്റെ കണ്ടില്ലേ? ഓ അവിടെയാണ് ചാരുകസേര. അപ്പൊ ഇനി കുഞ്ഞാറ്റ നാട്ടിലേക്ക് ഈ വണ്ടിയിലാട്ടോ വരുന്നേ. നോക്കിയേ, ഒരേ ഓടിക്കലാട്ടോ. നോക്കിയേ എവിടെ പോവാ? വീട്ടിൽ പോവാ. ടയറിങ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതാ അനങ്ങുന്നില്ല കേട്ടോ. ടയറൊന്നും അനങ്ങുന്നില്ല, ചുമ്മാ വെച്ചിട്ടുണ്ടേ ഉള്ളൂ. അതെ അതെ. ഇതുണ്ടോ, ഇതൊരു ഫാനാട്ടോ. ഈ ഫാനിന്റെ മേളിൽ ടാപ്പ് പിടിപ്പിച്ചേക്കണം കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ വെള്ളങ്ങൾ ഇങ്ങനെണ്ടോ, ഇതിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കും. ചൂടുള്ള സമയത്ത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇവിടെ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ട്. ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എനിക്കും അതെ. ഇവളുടെ ഐസ്ക്രീമിന്റെ പകുതി ഞാനാണ് കഴിച്ചത്. അവൾക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട. അവള് ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. ഷോയ്ക്ക് ഒട്ടും പിന്നിലല്ല. അതെ 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 അതെ. നമുക്ക് ഇവിടുന്ന് പോകാവേ. അങ്ങനെ ഞങ്ങള് ഹവേലി എന്ന് പറഞ്ഞ സംഭവത്തിന് അടുത്ത് തന്നെ ഞങ്ങള് റൂം എടുത്തു കേട്ടോ. റൂം എടുത്ത് ഞാൻ കുളിച്ചു, കൊച്ചു കുളിച്ചു, ചേട്ടൻ കുളിച്ചിട്ടില്ല. ചേട്ടൻ എഡിറ്റിങ് കാര്യങ്ങളിലേക്കൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. കുഞ്ഞാറ്റ ഇവിടെ കിടന്ന് ഭയങ്കര ഹലോ വിളി കേട്ടോ. അപ്പൊ ആൻസിക്ക് ഭയങ്കര ആഗ്രഹം എന്നും ഞാനാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ്. എന്നും ഞാനാണ് ചെയ്യുന്നത്, നീ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കട്ടോ. അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവരും ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നാളെ നമ്മള് നാളെ ജമ്മു പോകും. അതെ, ഞങ്ങൾ എത്തിയില്ല. കാരണം ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിട്ടൊന്ന് ഇറങ്ങി, അതുകൊണ്ടാണ് എത്താതിരുന്നത്. കാരണം ഇത് ശരിക്കും നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. നമുക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവരുടെ ട്രഡീഷണൽ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു. രാവിലത്തെ പിസ്സ ഞങ്ങൾക്ക് പണിയൊന്നും, ഞങ്ങളുടെ വയറ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ. ആണോന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ ആരെങ്കിലും ഒരാൾ പറയും കൊറേ ദിവസം കൂടി കഴിച്ചാൽ തോന്നുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട് വയറിനൊക്കെ. അപ്പൊ ഇനി നാളെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് കാണാം. ബൈ ബൈ. ഗുഡ് നൈറ്റ്.